നമസ്കാരം. എല്ലാവർക്കും സോക്കർ ഫുട്ബോൾ ലീഗ് പോഡ്കാസ്റ്റ് എന്ന പുതിയ യൂട്യൂബ് പോഡ്കാസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇത് ബേസിക്കലി എന്താണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ പ്രീമിയർ ലീഗിലെ ഫിക്സ്ചേഴ്സും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഫാൻറ്റസി പ്രീമിയർ ലീഗിലെ പോയിന്റ്സ് അനാലിസിസും ട്രാൻസ്ഫേഴ്സും റിസൾട്ട്സ് ഡിസ്കഷനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫിക്സ്ചേഴ്സും നമ്മൾ അനലൈസ് ചെയ്യും. അതിലെ ഫാൻറ്റസി ലീഗിൻ്റെ സ്കോറിങ്ങും ട്രാൻസ്ഫേഴ്സും എല്ലാം അനലൈസ് ചെയ്യും. ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഫാൻറ്റസി പ്രീമിയർ ലീഗിനെ പറ്റിയിട്ടും ഈ കഴിഞ്ഞ വീക്കിൽ നടന്ന പ്രീമിയർ ലീഗ് ഫിക്സ്ചേഴ്സ്, അതായത് ഗെയിം വീക്ക് 25, ആ ഫിക്സ്ചേഴ്സിൻ്റെ റിസൾട്ട്സും അതിനോടനുബന്ധിച്ചുള്ള ഫാൻറ്റസി പ്രീമിയർ ലീഗിലെ പോയിന്റ്സിൻ്റെ ഡിസ്കഷനും പിന്നെ ഫിക്സ്ചർ ട്രാൻസ്ഫേഴ്സും ഒക്കെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഗെയിം വീക്ക് 25 ആണ് ഇപ്പോൾ അടുത്ത് കഴിഞ്ഞത്. ഫെബ്രുവരി 14 സ്റ്റാർട്ട് ചെയ്തു ഗെയിം വീക്ക് 25. ഏർലി കിക്ക് ഓഫ് ആയിരുന്നു. ഫ്രൈഡേ 7:30 PM UK ടൈമിനാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് കളി ബ്രൈറ്റൺ ചെൽസി ആയിരുന്നു. ചെൽസിനെ ബ്രൈറ്റൺ കഴിഞ്ഞ ആഴ്ച FA കപ്പിൽ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതും ക്ലീൻ ഷീറ്റ് ആയിരുന്നു. 2-0 തോൽപ്പിച്ചത്. അതിനേക്കാൾ ഒന്നുകൂടി മെച്ചപ്പെടുത്തിയിട്ട് പ്രീമിയർ ലീഗിൽ അമക്സ് സ്റ്റേഡിയത്തിൽ ബ്രൈറ്റൺ 3-0 ചെൽസിനെ തോൽപ്പിച്ചു. അടുത്ത കളി സാറ്റർഡേ ആണ് ഉണ്ടായിരുന്നത്. സ്റ്റാർട്ട് ചെയ്തത് ലെസ്റ്റർ ആഴ്സണൽ കളിയോട് കൂടിയിട്ടാണ്. അത് ആഴ്സണൽ 2 ഗോളിന് ജയിച്ചു, ലെസ്റ്ററിനെ തോൽപ്പിച്ചു. ലെസ്റ്റർ റെലഗേഷൻ ഫോമിലാണ്, റെലഗേഷൻ ബാറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലെസ്റ്റർ. പിന്നെ ആസ്റ്റൺ വില്ല ഇപ്സ്വിച്ച് ടൗൺ ഗെയിം ഡ്രോ ആയി. ഇപ്സ്വിച്ച് 10 പേരായി കളിച്ചിട്ട് പോലും ആസ്റ്റൺ വില്ലയ്ക്ക് ജയിക്കാൻ പറ്റിയില്ല. അടുത്ത കളി ഫുള്ളാം നോട്ടിംഗ്ഹാം ഫോറസ്റ്റുമാണ്. ഫുള്ളാം ജയിച്ചു. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ക്രിസ് വിട്ട് പതിവ് പോലെ ഗോള് അടിച്ചു, പക്ഷേ എന്നാൽ പോലും ജയിക്കാൻ പറ്റിയില്ല. തോറ്റിട്ട് പോലും എന്താണെന്ന് വെച്ചാൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ടോപ്പ് 4 പൊസിഷൻ തന്നെ ഇപ്പോഴുണ്ട്. പിന്നെ അടുത്ത കളിയാണ് ഏറ്റവും നിർണായകമായ കളി ഉണ്ടായിരുന്നത്, മാഞ്ചസ്റ്റർ സിറ്റി ന്യൂകാസിൽ കളി ഉണ്ടായിരുന്നു. എത്തിഹാദ് സ്റ്റേഡിയത്തിലായിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റി 4 ഗോളിന് ജയിച്ചു. അത് ഒരു അൺഎക്സ്പെക്റ്റഡ് റിസൾട്ടായിരുന്നു. അത് ന്യൂകാസിൽ ഒരു ഗോളെങ്കിലും അടിക്കും എന്നുള്ള ഒരു രീതിക്കൊക്കെ ഇരുന്നിരുന്നതാണ്. പക്ഷേ ഫോം വെച്ചിട്ട് അവർ ഒരു ഗോളെങ്കിലും തിരിച്ചടിക്കും, അല്ലെങ്കിൽ ഈ കളി ഒരു ഡ്രോയോ അല്ലെങ്കിൽ ന്യൂകാസിലിന് ജയിക്കാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു കളി തുടങ്ങുന്നതിന് മുമ്പേ. അവരുടെ ഫോം അങ്ങനെയായിരുന്നു. പക്ഷേ ഒമർ മാമൂഷ് എന്നുള്ള പുതിയ സ്ട്രൈക്കർ, സ്റ്റുട്ട്ഗാർട്ട് എന്നുള്ള ഈജിപ്ഷ്യൻ സ്ട്രൈക്കർ ഹാട്രിക് അടിച്ചു. കൂടാതെ ഹാലൻഡിന് ഒരു അസിസ്റ്റും കിട്ടി. സിറ്റി ടോപ്പ് 4ലേക്ക് ഈ ജയത്തോടു കൂടി എത്തി. അടുത്ത കളി സതാംപ്ടൺ ബോൺമത്താണ്. ബോൺമത്ത് ഭയങ്കര ഗ്രേറ്റ് ഫോമിലാണ് ബോൺമത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ലീഗിലെ 5th പൊസിഷനിലാണ് ഇറയോളയുടെ ടീം. സതാംപ്ടൺ ഭയങ്കര റെലഗേഷൻ ഫോമിലാണ്, 20ാമതാണ് ലീഗിൽ. അപ്പോൾ അത് കാരണം ഈ കളി ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നു. നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് ബോൺമത്ത് ജയിക്കുന്നത് തന്നെയാണ്. ബോൺമത്ത് ജയിച്ചു. അതോടൊപ്പം നമ്മൾ വിചാരിച്ചു ക്ലീൻ ഷീറ്റ് കൂടി കിട്ടുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ക്ലീൻ ഷീറ്റ് കിട്ടിയില്ല. സതർലാൻഡ് ഗോൾ അടിച്ചു. വെസ്റ്റ് ഹാം ബ്രെൻഫോർഡ് കളിയിൽ ബ്രെൻഫോർഡ് ജയിച്ചു. ഏകപക്ഷീയമായ 1 ഗോളിനാണ് ജയിച്ചത്. പക്ഷേ നമ്മൾ സ്റ്റാർ സ്ട്രൈക്കറായ എംബിയുമാനെയാണ് സാധാരണ ഫാൻറ്റസി ലീഗിൽ എല്ലാവരും ബ്രെൻഫോർഡിൽ നിന്ന് ഫോമുള്ള കളിക്കാരനായി വെച്ചിട്ടുള്ളത്. പക്ഷേ ബ്രെൻഫോർഡിൽ എംബിയുമ അല്ല സ്കോർ ചെയ്ത്, കെവിൻ ഷാഡയാണ്, മിഡ്ഫീൽഡറായ കെവിൻ ഷാഡയാണ് സ്കോർ ചെയ്ത്. അടുത്ത കളി ക്രിസ്റ്റൽ പാലസ് എവർട്ടൺ ആയിരുന്നു. ഭയങ്കര ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു സെൽഹസ് പാർക്കിൽ കളി. പക്ഷേ സമനിലയിലേക്ക് പോകുമെന്ന് വിചാരിച്ച കളിയാണ്. അൽക്കാരസ് എന്നുള്ളൊരു എവർട്ടൺ മിഡ്ഫീൽഡർ ആണ് വിന്നിംഗ് ഗോൾ അടിച്ചത് എവർട്ടന് വേണ്ടിയിട്ട്. എവർട്ടൺ ഡേവിഡ് മോയ്സ് വന്നതിൽ പിന്നെ
റെലഗേഷൻ ഫോമൊക്കെ വിട്ട് നല്ല ലോവർ മിഡ് ടേബിൾ ഫോമിലാണ് ഇപ്പോൾ തുടരുന്നത്. കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം അസിസ്റ്റന്റ് മാനേജർഷിപ്പ് ആക്ടിവേറ്റ് ആയിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ എനിക്ക് തോന്നുന്നു 3.3 മില്യൺ ആൾക്കാരോളം എവർട്ടൻ്റെ ഡേവിഡ് മോയ്സ് മാനേജറെ അസിസ്റ്റൻഷിപ്പ് മാനേജറിനെ ഉപയോഗിച്ചു. അപ്പോൾ മുതൽക്ക് നല്ല ഫോമിലാണ് ഡേവിഡ് മോയ്സ്. അതുപോലെ എവർട്ടൺ ടീമും. എവർട്ടൺ കഴിഞ്ഞ ആഴ്ച ലിവർപൂളായിട്ട് ലാസ്റ്റ് മിനിറ്റിൽ ഡ്രോ ആയി ഗുഡിസൺ പാർക്കിൽ വെച്ചിട്ട്. അതുപോലെ ഇപ്പോൾ ക്രിസ്റ്റൽ പാലസിനെതിരെ ജയിക്കുകയും ചെയ്തു. സൺഡേ, അതായത് ഇന്ന് ഉണ്ടായിരുന്ന കളി എന്ന് വെച്ചാൽ ലിവർപൂൾ വൂൾസ് കളിയായിരുന്നു. ലിവർപൂളിന് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള വിക്ടറിയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ലിവർപൂൾ ജയിക്കുകയും ചെയ്തു. എന്ന പോലെ ഇത്ര ചെറിയ മാർജിനിൽ ജയിക്കും എന്നല്ല വിചാരിച്ച്. കുറച്ചുകൂടി അധികം ഗോൾ അടിക്കുന്നൊക്കെ നമ്മൾ വിചാരിച്ചു. എല്ലാവരും ഫാൻറ്റസിയിൽ മിക്കവാറും ക്യാപ്റ്റൻ ഇപ്രാവശ്യം സാല തന്നെയായിരിക്കും, മുഹമ്മദ് സാല. കാരണം ഏറ്റവും കൂടുതൽ ഫാൻറ്റസി ലീഗ് പോയിന്റ്സ് ഉള്ളത് സാലയ്ക്കാണ്. പക്ഷേ സാല ഇപ്രാവശ്യം ഒരു ഗോൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ ഈ കളിയിൽ. നമ്മൾ കൂടുതൽ പ്രതീക്ഷിച്ചു, പക്ഷേ ഒരു ഗോൾ മാത്രമേ ഉണ്ടായുള്ളൂ. അടുത്ത കളി സ്പേഴ്സ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. ദ ബാറ്റിൽ ബിറ്റ്വീൻ ദ മിഡ് ടേബിൾ ക്ലാഷസ് ആണ്. ഇപ്പം നമുക്കറിയാം ഭയങ്കര ഫോം ഔട്ട് ആയിട്ടുള്ള രണ്ട് ടീംസാണ് സ്പേഴ്സും മാൻ യുണൈറ്റഡും. നമ്മുടെ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ നോക്കിയാൽ തന്നെ ഇവർ സാധാരണ എപ്പോഴും ടോപ്പ് 6-ലോ ടോപ്പ് 7-ലൊക്കെ ഉണ്ടാകുന്ന ടീംസാണ്. പക്ഷേ ഇപ്രാവശ്യം എന്തോ സ്പേഴ്സ് കളിക്കണ സമയത്ത് സ്പേഴ്സ് 16th യുണൈറ്റഡ് 14th എന്തോ ആയിരുന്നു ലീഗ് പൊസിഷനിൽ ടേബിളിൽ. പിന്നുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആഴ്ച ഡബിൾ ഗെയിം വീക്ക് ഉണ്ട്. ഡബിൾ ഗെയിം വീക്ക് ലിവർപൂളിനും ആസ്റ്റൺ വില്ലയ്ക്കുമാണ് ഡബിൾ ഗെയിം വീക്ക് ഉള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാർലിംഗ് കപ്പിൻ്റെ ഫിക്സ്റ്റേഴ്സും ഉബിയത കാരനാണ് ഈ ഡബിൾ ഗെയിം വീക്ക് ഫിക്സ്റ്റേഴ്സ് നേരത്തെ വന്നത്. ആസ്റ്റൺ വില്ല ലിവർപൂൾ ആക്ച്വലി ഗെയിം വീക്ക് 29 വേണ്ടി വെച്ചിരുന്നതാണ്. പക്ഷെ അത് പോസ്റ്റ്പോൺ ചെയ്തു. ആ കളി ഇനി നടക്കാൻ പോകുന്നത് വെനസ്ഡേ ആണ്, 19 ഫെബ്രുവരി. അപ്പോൾ ഇത്രയാണ് ഗെയിം വീക്ക് 25ൻ്റെ ഫിക്സ്റ്റേഴ്സ്. പിന്നെ നമുക്ക് പ്രീമിയർ ലീഗിൻ്റെ ടേബിൾ നോക്കാം. ഇപ്പോൾ ടേബിൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ലിവർപൂളിലാണ് ഫസ്റ്റ് ലീഡിങ്. ആകെ ഒരു തോൽവി, അത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആയിട്ട്. 60 പോയിന്റ്, 7 പോയിന്റ് ആർസണലിനേക്കാൾ ലീഡ്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് തേർഡ് പൊസിഷനിൽ തന്നെയാണ്. ഫുൾഹാമിനോട് തോറ്റെങ്കിലും ഫുൾഹാമിനോട് തോറ്റെങ്കിലും തേർഡാണ് ലീഗ് പൊസിഷൻ. മാഞ്ചസ്റ്റർ സിറ്റി ന്യൂകാസലിനെ തോൽപ്പിച്ചതിന് ശേഷം 4th പൊസിഷനിലേക്ക് എത്തി. നമുക്ക് ആ ഗ്രീൻ ആരോ കാണാം ഇവിടെ. ബോൺമത്ത് 7ാമതായിരുന്നു. ലാസ്റ്റ് കളി അവർ ജയിച്ചു സൗതാംപ്ടനെതിരെ, അതും കൊണ്ട് 5th പൊസിഷനിലേക്ക് എത്തി. ചെൽസിക്ക് ഭയങ്കരമായ തോൽവി നേരിട്ടു, അതും കൊണ്ട് 4th പൊസിഷനിൽ അവർ 6th പൊസിഷനിലേക്കായി. അടുത്തത് ന്യൂകാസലാണ്. ന്യൂകാസൽ ഇതുപോലെ തന്നെ 6th പൊസിഷനിലായിരുന്നു, അവർ 7th പൊസിഷനിലേക്കായി. മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് തോറ്റു. ഫുള്ളാം ജയിച്ചു. നല്ല കളിയായിരുന്നു. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ തോൽപ്പിച്ചു. ആസ്റ്റൺ വില്ലയ്ക്ക് ജയിക്കാൻ പറ്റിയില്ല, 10 പേരായിട്ടുള്ള ഇപ്സ്വിച്ച് ആയിട്ട്. അതുകൊണ്ട് 8th പൊസിഷനിൽ 9th പൊസിഷനിലേക്ക് ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്തു. ബ്രൈറ്റൺ ആൻഡ് ഹോവ് ആൽബിയൻ അതേ ലീഗ് പൊസിഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാണ്. 10th 11th പൊസിഷനിൽ ബ്രൻഫോർഡ് തന്നെയാണ്. അവർക്ക് ലീഗിൽ മാറ്റില്ല പൊസിഷനിൽ. ടോട്ടൻഹാം ഹോട്ട്സ്പർ ഇന്ന് യുണൈറ്റഡിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചു. മാഡിസനാണ് സ്കോർ ചെയ്ത് 13ാമത്തെ മിനിറ്റിൽ. അത് കാരണം യുണൈറ്റഡിനെ തോൽപ്പിച്ചിട്ട് 14ാമത്തെ പൊസിഷനിൽ 12ാമത്തെ പൊസിഷനിലേക്ക് എത്തി ടോട്ടൻഹാം. ക്രിസ്റ്റൽ പാലസിനാണ് ഏറ്റവും വലിയ ഡ്രോപ്പ് വന്നത് ലീഗ് ടേബിളിൽ. അവർ ക്രിസ്റ്റൽ പാലസ് 16ാമതായിരുന്നു, അതിൽ നിന്ന് അവർ 12ാമതായിരുന്നു, 12ൽ നിന്ന് അവർ 13ആയി. ക്രിസ്റ്റൽ പാലസ് എവർട്ടനോട് തോറ്റു. എവർട്ടൺ ക്രിസ്റ്റൽ പാലസിൻ്റെ ഒപ്പം ജയിച്ച കാരണം എവർട്ടനും ക്രിസ്റ്റൽ പാലസിനും ഒരേ പോയിന്റ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോറ്റ കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 13ാം സ്ഥാനത്ത് നിന്ന് 15ാം സ്ഥാനത്തേക്കായി.
ഇത്രയും ഭയങ്കര ലോ സ്കോർ, അതായത് 25 കളികളിൽ നിന്ന് 29 ലീഗ് പോയിന്റ്സേ ഉള്ളൂ. അത് ഭയങ്കര ലോ സ്കോറിംഗ് ആണ്. 1971 ശേഷം അവരുടെ ഏറ്റവും ചെറിയ ടോട്ടലാണ് ഇത്. അതേ സീസണിൽ തന്നെ അവർ റെലഗേറ്റ് ആയിരുന്നു ഈ ഒരു ഫോം വെച്ചിട്ട്. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും പുതിയ മാനേജറൊക്കെ വന്ന സ്ഥിതിക്ക് നമുക്കറിയില്ല ഇനി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമോ, അതോ വീണ്ടും താഴത്തേക്ക് പോവോ, അതോ ഇതേ ലോവർ മിഡ് ടേബിൾ പൊസിഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുമോ എന്നുള്ളത് നമുക്കറിയില്ല. കൂടുതലും ഇഞ്ചുറീസ് ഒക്കെ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ പുറത്തായി. ഐ മീൻ കുറച്ച് കാലം ഇഞ്ചുറി ആയിരിക്കും എന്നൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട്, ഇഞ്ചുറി ന്യൂസ്. നമുക്ക് ആ ടോപ്പിക്ക് സെപ്പറേറ്റ് വരാം. അടുത്തത് വെസ്റ്റ് ഹാം യുണൈറ്റഡ് ആണ്. വെസ്റ്റ് ഹാമും ലാസ്റ്റ് കളി തോറ്റു. അപ്പോൾ അവർ 16th ആണ്. വോൾവർഹാംപ്ടൺ വാണ്ടറേഴ്സ് 2-1 തോറ്റെങ്കിലും 17th പൊസിഷനിൽ ജസ്റ്റ് അബവ് ദ റെലഗേഷൻ സോൺ. 2 പോയിന്റ് ഡിഫറൻസേ ഉള്ളൂ 18th പൊസിഷൻ ആയിട്ടുള്ള ഇപ്സ്വിച്ച് ടൗണായിട്ട്. പിന്നെ ലെസ്റ്റർ സിറ്റിയും തോൽവി തുടങ്ങി. ഇപ്പോൾ 19th സ്ഥാനത്താണ്. 20th സ്ഥാനത്ത് സതാംപ്ടൺ. 9 പോയിന്റേ ഉള്ളൂ. ഭയങ്കര ലോ ലീഗ് പോയിന്റ്സ് ആണ് ഇതുവരെ നോക്കുമ്പോൾ. സതാംപ്ടന്റെ റെലഗേഷൻ ആൾമോസ്റ്റ് കൺഫേംഡ് ആണ്. ലെസ്റ്ററും ഇപ്സ്വിച്ചും വോൾവർഹാംപ്ടണിലുമാണ് ഇപ്പോഴത്തെ നിലവിലെ 6. ഇതിൽ ഈ 3 പേരിൽ ലെസ്റ്ററിലും ഇപ്സ്വിച്ചിലും വോൾവർഹാംപ്ടണിലും ഏതൊക്കെ 2 പേരാണ് റെലഗേറ്റ് ആവുക എന്നുള്ള ബാറ്റിലാണ് ഇനി നമുക്ക് കാണാനുള്ളത് അടുത്ത 13 ലീഗ് ഗെയിംസിൽ. അടുത്തതായിട്ട് പറയാനുള്ളത് ഫാൻറ്റസി ലീഗിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഫിക്സ്റ്റേഴ്സിൻ്റെ ഒക്കെ റിസൾട്ട്സ് കാരണം നമുക്ക് ഫാൻറ്റസി ലീഗിലും പൊസിഷനിലും മാറ്റം വന്നിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ടീം ഓഫ് ദ വീക്ക് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ടീം ഓഫ് ദ വീക്ക് ആരാണെന്ന്. ഓക്കെ, ടീം ഓഫ് ദ വീക്കിൽ ഹയസ്റ്റ് സ്കോറിംഗ് പോയിന്റ്സ് ഉള്ളത് 129 പോയിന്റ്സ് ആണ് കാണിക്കുന്നത്. അതിൽ എഡർസൺ ആണ് ഗോൾ കീപ്പർ ഓഫ് ദ വീക്ക്. 11 പോയിന്റ്സ് ആണ്. ഒരു അസിസ്റ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു മമ്മൂഷിന്. പിന്നെ പ്ലസ് ക്ലീൻ ഷീറ്റ് ആണ്. ടോട്ടൻഹാമിൻ്റെ സ്പെൻസ് വളരെ നന്നായി കളിച്ചു. നമ്മൾ ഇപ്പോൾ ഇൻഫർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് സ്പെൻസ്. 90 മിനിറ്റ് കളിച്ചു, ഒരു ക്ലീൻ ഷീറ്റ്, പിന്നെ ബോണസ് പോയിന്റ്സ്. അങ്ങനെ ടോട്ടലി 9 പോയിന്റ്സ് ആണ്. പിന്നെ ബാസി ഫുൾഹാമിന് വേണ്ടി ജയിച്ചു ഇപ്രാവശ്യം. അപ്പോൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ തോൽപ്പിച്ചപ്പോൾ ഒരു ഗോളും സ്കോർ ചെയ്തു. ഡിഫൻഡർ ഗോൾ സ്കോർ ചെയ്തും കൊണ്ട് 6 പോയിന്റ്സ് കിട്ടി. പിന്നെ 90 മിനിറ്റ് കളിച്ചും കൊണ്ട് 2 പോയിന്റ്സ്. അങ്ങനെ ടോട്ടൽ 8 പോയിന്റ്സ് കിട്ടി. പിന്നെ കോളിൻസ് ബ്രെൻഫോർഡിൻ്റെ ഡിഫൻഡറാണ്. ബ്രെൻഫോർഡ് ജയിച്ചു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ജയിച്ചത്, വെസ്റ്റ് ഹാമിനെ തോൽപ്പിച്ച്. ക്ലീൻ ഷീറ്റ്, ബോണസ് പോയിന്റ്സ്, പിന്നെ ടോട്ടൽ മിനിറ്റ്സ് എല്ലാം കൂട്ടിയിട്ട് 8 പോയിന്റ്സ്. പിന്നെ മിൻ്റെ അടിപൊളി കളിയായിരുന്നു ചെൽസിക്കെതിരെ. ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു, 2 ഗോള് അടിച്ചു. ഒരു യെല്ലോ കാർഡ് കിട്ടിയ കാരണം ഒരു മൈനസ് പോയിന്റ് വന്നു. പിന്നെ ഒരു ക്ലീൻ ഷീറ്റിന് 1 പോയിന്റ്, പിന്നെ 2 ഗോൾ സ്കോർ ചെയ്തതിന് 10 പോയിന്റ്സ്. പിന്നെ അങ്ങനെ ടോട്ടൽ 15 പോയിന്റ്. പിന്നെ റയൻ ക്രിസ്റ്റി ബോൺമത്തിൻ്റെ മിഡ്ഫീൽഡറാണ്. സതാംപ്ടനെതിരെ നന്നായി കളിച്ചു. ക്രിസ്റ്റി ഒരു ഗോൾ അടിച്ചു, ഒരു അസിസ്റ്റും കൊടുത്തു. അപ്പോൾ ബോണസ് പോയിന്റ്സ് കിട്ടി. 3 പോയിന്റ്സ് ബോണസ്, മാക്സിമം ബോണസ് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. അടുത്ത അൽക്കാരസ് എവർട്ടൺ ക്രിസ്റ്റൽ പാലസിനെ തോൽപ്പിച്ചപ്പോൾ അൽക്കാരസ് ഒരു ഗോൾ അടിച്ച് ഒരു അസിസ്റ്റും കൊടുത്തിരുന്നു. പിന്നെ ഒരു ബോണസ് പോയിന്റ്, മാക്സിമം ബോണസ് പോയിന്റ്സ് കിട്ടി 3 പോയിന്റ്സ്. 85 മിനിറ്റ് കളിച്ചതിന് 2 പോയിന്റ്സ്. അങ്ങനെ ടോട്ടൽ 13 പോയിന്റ്സ്. പിന്നെ മിക്കൽ മെറീനോനെ എനിക്ക് തോന്നുന്നു അധികം FPL മാനേജേഴ്സ് വെച്ച് കാണാൻ വഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ചിലപ്പോൾ അടുത്ത ഗെയിം വീക്സിലൊക്കെ വെക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആർസണലിൽ ഒരുപാട് ഇഞ്ചറി ന്യൂസുകളുണ്ട്. ഇപ്പോൾ ഹാവേർട്സ്, അതുപോലെ ഓഡെഗാർഡ്, സക്ക, ഇവർക്കൊക്കെ ഇഞ്ചറി കൺസേൺസ് ഉണ്ട്.
ഹവേർട്സും സക്കയൊന്നും എന്തായാലും അടുത്ത കാലത്തൊന്നും ഇനി ഒരു 3-4 ഗെയിം വീക്സിനെങ്കിലും കളിക്കില്ല. പ്രീമിയർ ലീഗ് മാച്ചസ് ഒന്നും കളിക്കില്ല. അപ്പോൾ മിക്കൽ മെറീനോയും അല്ലെങ്കിൽ എൻവാരി അവരൊക്കെയാണ് ഇപ്പോൾ ആഴ്സണലിനെ ടാർഗറ്റ് ചെയ്യുന്നത് അറ്റാക്കിംഗ് ഓപ്ഷൻസ് ആയിട്ട്. മെറീനോ 13 പോയിന്റ്സ് എടുത്തു. ആകെ 21 മിനിറ്റേ കളിച്ചുള്ളൂ. പക്ഷെ ആ 21 മിനിറ്റ് കളിച്ചതിൽ 2 ഗോൾ അടിച്ചു. അതുകൊണ്ടാണ് അത്രയും പോയിന്റ്സ് കൂട്ടി കിട്ടിയത് ഇവർക്ക് മെറീനോന്. പിന്നെ 2 ബോണസ് പോയിന്റ്സ് ഇത്ര നേരം കളിച്ചതിന്. അങ്ങനെ ടോട്ടൽ ചെറിയൊരു ടൈമിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി മെറീനോ. ഇതുപോലെ തന്നെയാണ് നവേരി ആഴ്സണലിന് വേണ്ടി കളിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ വെറും 6 മിനിറ്റേ കളിച്ചുള്ളൂ. 6 മിനിറ്റിൽ ഒരു ഗോൾ അടിച്ചു. അങ്ങനെ 6 പോയിന്റ്സും കിട്ടി. ലൂയിസ് ഡിയാസിന് ഡബിൾ ഗെയിം വീക്കാണ് ഇപ്രാവശ്യം. ലൂയിസ് ഡിയാസിന്റെ ഫോം ഭയങ്കര മോശമായിരുന്നു. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ആവറേജ് പോയിന്റ്സ് പറയുന്നത് 5 പോയിന്റ്സ് പെർ മാച്ചാണ്. അതിന് നമുക്ക് നോക്കിയറിയാം വോൾസിന് നേരെ നന്നായി കളിച്ചു. പോയിന്റ്സ് കിട്ടി, 13 പോയിന്റ്സ് കിട്ടി. പക്ഷേ എവർട്ടൺ, ബോൺമത്ത്, ഇപ്സ്വിച്ച് ഈ ടീംസിനൊക്കെ എതിരെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈസി ഫിക്സ്ചേഴ്സ് ആണ് ലിവർപൂളിന്. എന്നിട്ട് പോലും ഭയങ്കര കുറവ് ഗെയിമിംഗ് പോയിന്റ്സ് കിട്ടുള്ളൂ. ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഗെയിമിൽ. ആകെ 8 പോയിന്റ്സ് ആണ് കിട്ടിയത് ഇതിന് മുന്നേ കളിച്ച 3 മത്സരങ്ങളിൽ. പക്ഷേ വോൾസിനെതിരെ ശക്തമായിട്ട് തിരിച്ചു വന്നു. 70 മിനിറ്റേ കളിച്ചുള്ളൂ. ഒരു ഗോൾ അടിച്ചു, ഒരു അസിസ്റ്റ്, പിന്നെ ബോണസ് പോയിന്റ്സ് 3 ബോണസ് പോയിന്റ്സ്. അങ്ങനെ ടോട്ടൽ 13 പോയിന്റ്സ്. ഇനി ആസ്റ്റൺ വില്ലക്കെതിരെയും കൂടി കളി ഉണ്ടാവും. കാരണം മിക്കവാറും കളിക്കുന്നുണ്ടാവും. ഐ മീൻ മെജോറിറ്റി ഓഫ് മിനിറ്റ്സും കളിക്കുന്നുണ്ടാവും ലൂയിസ് ഡിയാസ്. കാരണം ഗാക്പോനൊക്കെ ഇഞ്ചുറിയാണ്. അപ്പോൾ ജൊട്ട, ഡിയേഗോ ജൊട്ട, ലൂയിസ് ഡിയാസ്, അതുപോലെ നുന്നസൊക്കെയാണ്, ഡാർവിൻ നുന്നസൊക്കെയാണ് കളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക അറ്റാക്കിങ്ങിൽ. പ്ലസ് വിത്ത് സാല. ഇപ്പോൾ ഇതിൽ സാല എന്നുള്ള ഒരു ഫാക്ടർ ഇല്ല ഗെയിം വീക്കിൽ. സാലയ്ക്ക് പ്രാവശ്യം ഗെയിം വീക്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് പ്രീമിയർ ലീഗിൻ്റെ ഗെയിം ഓഫ് ദ വീക്കിൽ സാല ഇല്ല. പക്ഷേ അതൊക്കെ മാറാം. കാരണം സെക്കൻഡ് ഗെയിമും കൂടി ഉണ്ട് ആസ്റ്റൺ വില്ലക്കെതിരെ. അത് വില്ല പാർക്കിലാണ്. നമുക്ക് കണ്ടറിയാം എങ്ങനെയായിരിക്കും എന്നുള്ള ബുധനാഴ്ചത്തെ ഗെയിം. പിന്നെ അഫ്കോഴ്സ് ഫോർവേഡ്സിൽ 2 സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ഒന്ന് മമ്മൂഷാണ്. മമ്മൂഷിൻ്റെ ഹാട്രിക്കാണ് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. ആസ്റ്റൺ വില്ല ന്യൂകാസിലിനെതിരെ ഹാട്രിക് അടിച്ചു. അപ്പോൾ 17 പോയിന്റ്സ് ആണ് കിട്ടിയത്. ചിലരൊക്കെ ട്രിപ്പിൾ ക്യാപ്റ്റൻ വെക്കുന്നത് കണ്ടു മമ്മൂഷിന്. 51 പോയിന്റ്സ് ആണ് ഇപ്പോൾ ട്രിപ്പിൾ ക്യാപ്റ്റന് കിട്ടിയിട്ടുണ്ടാവുക. 75 മിനിറ്റിൽ കളിച്ചപ്പോൾ 2 പോയിന്റ്സ്, 3 ഗോൾസിന് 4 പോയിന്റ് വെച്ച് 12 പോയിന്റ്സ്, 3 ബോണസ് പോയിന്റ്സ്, അങ്ങനെ 17 പോയിന്റ്സ്. പിന്നെ മാത്യു കുഞ്ഞയ്ക്ക് എന്താണ് പറ്റിയ എന്ന് വെച്ചാൽ ഇത്രയും പോയിന്റ്സ് കിട്ടാൻ കാരണം ലിവർപൂളിനെതിരെ സ്കോർ ചെയ്തു മാത്യു കുഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് 9 പോയിന്റ്സ്, ഒരു ഗോളിന് 4 പോയിന്റ്സ്, മിനിറ്റ്സ് പ്ലേഡ് 90, ബോണസ് പോയിന്റ്സ് 3. അപ്പോൾ ഇത്രയാണ് ടീം ഓഫ് ദ വീക്ക്. ഇനി എൻ്റെ ടീമിനെ പരിചയപ്പെടുത്താം. എൻ്റെ ടീമും എൻ്റെ ഗെയിം വീക്ക് പോയിന്റ്സുമാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ അസ്റ്റം മാനേജർ ചിപ്പ് കളിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾക്ക് കളിക്കുന്നതാണ്. അസ്റ്റം മാനേജർ ചിപ്പ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അർനെ സ്ലോട്ടിനെയാണ് വെച്ചിട്ടുള്ളത് ടീമിൽ. അപ്പോൾ അർനെ സ്ലോട്ടിന് ഇപ്പോൾ 8 പോയിന്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലി നമുക്ക് നോക്കുമ്പോൾ 74 പോയിന്റ്സ് ആണുള്ളത്. ആവറേജ് പോയിന്റ്സ് ഈ ഗെയിം വീക്കിൽ ഇപ്പോൾ ഉള്ളത് 48 പോയിന്റ്സ് ആണ്. ഹയസ്റ്റ് പോയിന്റ് സ്കോർ ചെയ്തേക്കണ 117 പോയിന്റ്സ് ആണ്. അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു ഒമർ മാമൂഷിന് ട്രിപ്പിൾ ക്യാപ്റ്റൻ വെച്ചിട്ട് 51 പോയിന്റ്സ് കിട്ടി. പുള്ളിക്കാരനാണ് ഇപ്പോൾ ഗെയിം വീക്സിൽ ഫസ്റ്റ് നിൽക്കുന്നത്. ഈ ഗെയിം വീക്കിലെ ടോപ്പ് സ്കോറർ ബിഹേറി എന്നുള്ള ഐ ഡി ഉള്ള ഒരാളാണ് ഗെയിം വീക്കിലെ
ഗെയിം വീക്ക് 25 ലീഡർ. ബാക്ക് ടു മൈ സ്കോറിംഗ് പോയിന്റ്സ്. ഇവിടെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഡേവിഡ് റായാണ് വെച്ചത്, ആർസണലിലെ ഗോൾ കീപ്പർ. ആർസണൽ ലെസ്റ്ററിനെതിരെ ക്ലീൻ ഷീറ്റ് ആയിരുന്നു. അപ്പോൾ ക്ലീൻ ഷീറ്റ് കിട്ടുന്നൊരു ഉറപ്പുണ്ടായിരുന്നുകൊണ്ടാണ് റയാനെ വെച്ചത്. അടുത്ത് മാത്യു കർക്കസ് ആണ്, മിലോസ് കർക്കസ്. കർക്കസ് അസിസ്റ്റ് കൊടുക്കുന്നൊക്കെ നമ്മൾ വിചാരിച്ചു, പക്ഷേ അസിസ്റ്റ് ഒന്നും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പോയി കർക്കസ്. പ്ലസ് ഒരു ഗോൾ കൺസീഡും ചെയ്തു. അപ്പോൾ 90 മിനിറ്റ്സ് കളിച്ചുകൊണ്ട് മാത്രം 2 പോയിന്റ്സ് കിട്ടി. അടുത്ത് പെഡ്രോ പോറോ ടോട്ടൻഹാം യുണൈറ്റഡിനെതിരെ നന്നായി കളിച്ചു, ക്ലീൻ ഷീറ്റും കിട്ടി, 90 മിനിറ്റ്സും കളിച്ചു, അങ്ങനെ 6 പോയിന്റ്സ്. പിന്നെ ഇത് ഒലായിന, നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ ഡിഫൻഡറാണ്. ഒരു ഗോൾ കൺസൈഡ് ചെയ്തു, 90 മിനിറ്റ്സ് കളിച്ചു, പക്ഷെ വേറെ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഫുള്ളാമിനൊപ്പം തോറ്റു. അത് കാരണം നമുക്ക് ആകെ ഒരു പോയിന്റ് കിട്ടിയുള്ളൂ. ബ്രൈം എംബിമോനെ എല്ലാവർക്കും ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഗെയിം വീക്ക് മുതൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രൈം എംബിമോനെ സംബന്ധിച്ച് ആക്ച്വലി ഈസി ഫിക്സ്ചേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ടോട്ടൻഹാം ഭയങ്കരമായിട്ട് ഗോള് കൺസീഡ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എംബിമോ ഒരു സ്കോർ ചെയ്യും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു, പക്ഷെ ഒന്നും ഉണ്ടാക്കാതെ പോയി, ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാതെ പോയി എംബിമോ. വെസ്റ്റ് ഹാമിൻ്റെയും അതുപോലെ തന്നെയാണ് നമ്മൾ വിചാരിച്ചത്. വെസ്റ്റ് ഹാം ഭയങ്കര ലോ മിഡ് ടേബിൾ പൊസിഷനിൽ ഇരിക്കുന്ന ടീമാണ്. അപ്പോൾ എംബിമോനിക്ക് കൂടുതൽ സ്കോറിങ് ചാൻസസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എംബിമോനെ സെലക്ട് ചെയ്തത്. പക്ഷേ നിർഭാഗ്യവശാൽ എംബിമോ കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. പക്ഷേ അടുത്ത് വരുന്ന ഗെയിം വീക്ക് ഫിക്സ്ചേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി വരാൻ പോണ ഫിക്സ്ചേഴ്സ് ലെസ്റ്ററും എവർട്ടണും. അവരൊക്കെ ലോ മിഡ് ടേബിൾ ഉള്ള ടീംസാണ് ലെസ്റ്റർ, എവർട്ടൺ. ഗെയിം വീക്ക് 26ഉം 27. അപ്പോൾ എംബിമോനെ തൽക്കാലം നമ്മൾ നമ്മുടെ ടീമിൽ നിന്ന് മാറ്റുന്നില്ല. പിന്നെ ഓഫ്കോഴ്സ് റോജേഴ്സാണ് ഏറ്റവും കൂടുതൽ ഡിസപ്പോയിന്റ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ മോർഗൻ റോജേഴ്സ് വളരെ നല്ല ഗ്രേറ്റ് ഫോമിലാണ് ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടിയിട്ട്. ചാമ്പ്യൻസ് ലീഗിലൊക്കെ 2 ഗോളൊക്കെ അടിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച സെൽറ്റിക്കിനെതിരെയൊക്കെ FA കപ്പിൽ അവർ സ്കോർ ചെയ്തു. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ അതുകൊണ്ട് വിചാരിക്കും പ്രീമിയർ ലീഗിൽ നന്നായി കളിക്കുന്നു. പക്ഷേ ഇപ്സ്വിച്ചിനെതിരെ ഭയങ്കര മോശം ഇമ്പാക്റ്റ് ആയിരുന്നു മോർഗൻ റോജേഴ്സിന് ഉണ്ടായിരുന്നത്. മോർഗൻ റോജേഴ്സിൻ്റെ നമുക്ക് ഇൻഫർമേഷൻ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ലിവർപൂളിനെതിരെ കളിക്കാണ്ട്, ഇപ്സ്വിച്ചിനെതിരെ 2 പോയിന്റ്സ് മാത്രം, വൂൾസിനെതിരെ 1 പോയിന്റ്, വെസ്റ്റ് ഹാമിനെതിരെ 1 പോയിന്റ്, ആർസണലിനെതിരെ 1 പോയിന്റ്. അപ്പോൾ 1, 2, 3, 4 ഗെയിംസ് ആകെ 5 പോയിന്റ്സ് ആണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര ഫോം ഔട്ടാണ് പ്രീമിയർ ലീഗിൽ മോർഗൻ റോജേഴ്സ്. പിന്നെ ഇപ്രാവശ്യം ഡബിൾ ഗെയിം വീക്ക് ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ മോർഗൻ റോജേഴ്സിനെ കീപ്പ് ചെയ്താണ്, സെല് ചെയ്യാതെ. കാരണം കഴിഞ്ഞ ആഴ്ച വേണ്ടതിൽ മോർഗൻ റോജേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എക്സ്ട്രാ ട്രാൻസ്ഫർ കോസ്റ്റ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് മോർഗൻ റോജേഴ്സിന് വെച്ചാണ്. ഞാൻ ഇപ്രാവശ്യം 3 ട്രാൻസ്ഫേഴ്സ് നടത്തി. ആക്ച്വലി അതിനെ പറ്റി കൂടി പറയാം. 3 ട്രാൻസ്ഫേഴ്സ് ചെയ്തത് മറ്റത്തേനെ കൊണ്ടുവന്നു, ഗാക്പോനെ ഔട്ടാക്കി. ഗാക്പോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇഞ്ചുറി കൺസേൺ ആയിരുന്നു. മറ്റത്തെ ആൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, എന്നിട്ട് ഞാൻ കളഞ്ഞതാണ്. അത് എനിക്ക് ഭയങ്കര നഷ്ടബോധം തോന്നി കഴിഞ്ഞ ആഴ്ചത്തെ ഗെയിം വീക്കിൽ. കാരണം 2 ഗോൾസൊക്കെ അടിച്ചു മറ്റത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ 2 ഗോൾ കഴിഞ്ഞ വർഷം സെൽഹസ് പാർക്കിൽ അവരുടെ ഗെയിമിൽ കളിച്ച് അവർ സ്കോർ ചെയ്തു മറ്റത്തെ. അപ്പോൾ മറ്റത്തെ എന്തായാലും വേണമെന്നുള്ള ഓപ്ഷൻ ആയിരുന്നു. പിന്നെ വാട്കിൻസിനെ കൊടുന്നു. ഓഫ്കോഴ്സ് ഡബിൾ ഗെയിം വീക്ക് ആയതുകൊണ്ട് വാട്കിൻസ് സ്കോർ ചെയ്യുകയും ചെയ്തു ഈ ആഴ്ച. അപ്പോൾ ഇസാക്കിനെ മാറ്റി. ഇസാക്കിന് കാരണം എന്താണെന്ന് വെച്ചാൽ ടഫ് റൺ ഓഫ് ഫിക്സ്ചേഴ്സ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇസാക്കിനെ മാറ്റി. പിന്നെ നനേരിനെ മാറ്റിയിട്ട് ക്ലൂവേർട്ടിനെ കൊണ്ടുവന്നു. ക്ലൂവേർട്ടിന് ഇനി വരാൻ പോകുന്നതൊക്കെ ഫേവറബിൾ ഫിക്സ്ചേഴ്സ് ആണ്. അപ്പോൾ ഇത്രയും ട്രാൻസ്ഫേഴ്സാണ് ഞാൻ ഗെയിം വീക്ക് 25 ചെയ്തത്. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കിയാൽ ക്ലൂവേർട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത് ഈ വീക്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്ലൂവേർട്ട് കുഴപ്പമില്ലാതെ കളിച്ചു. ഗോൾ അടിക്കുന്നൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷേ ഒരു അസിസ്റ്റ് മാത്രമാണ് കൊടുക്കാൻ പറ്റിയത്.
പിന്നെ 76 മിനിറ്റ് കളിച്ചതിന് 2 പോയിന്റ്സ്, അങ്ങനെ ടോട്ടൽ 5 പോയിന്റ്സ് ഒക്കെ കിട്ടിയുള്ളൂ. പിന്നെ ഒലെ വാട്കിൻസ് ഇവിടെ നന്നായിട്ട് കളിച്ചു. ലിവർപൂളിനെതിരെ ഇനി കളി വരാനുണ്ട്. എപ്സ്വിച്ചിനെതിരെ ഒറ്റ ഗോൾ അടിച്ചുള്ളൂ. ലാസ്റ്റ് ആ ഗോൾ അടിച്ചത് ഒലെ വാട്കിൻസ് ആണ്. അത് തന്നെ 8 പോയിന്റ്സ് കിട്ടി. മറ്റത്തെ നല്ല ഫോമിലാണ്, ഉഗ്രം ഫോമിലാണ് മറ്റത്തെ എവർട്ടനെതിരെ തോറ്റെങ്കിൽ പോലും ഒരു ഗോൾ അടിച്ചു. നമുക്ക് കണ്ടറിയാം. 20, 22, 43 പോയിന്റ്സ് ആണ് ലാസ്റ്റ് 5 ഗെയിം വീക്സിലായിട്ട് കിട്ടിയിട്ടുള്ളത്. അതായത് ആൾമോസ്റ്റ് ആവറേജ് നോക്കിയാൽ 8 ഗെയിം വീക്ക് പോയിന്റ്സ് കിട്ടുന്നുണ്ട് ആവറേജ് ഫോം. അപ്പോൾ മറ്റത്തെ ഒരു ഒഴിവാക്കാൻ പറ്റാത്തൊരു ഓപ്ഷനാണ് ഇപ്പോൾ. പിന്നെ അടുത്തത് ക്രിസ് വുഡ് ഈസ് ഇൻ ഫോം ഓഫ് ഹിസ് ലൈഫ്, അങ്ങനെ വേണം പറയാം. ക്രിസ് വുഡിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം. ക്രിസ് വുഡിന് ഏകദേശം 33 വയസ്സോളം പ്രായം. ആ പ്രായം മനുഷ്യനാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയിന്റ്സ് ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രിസ് വുഡ്. കാരണം ഇപ്പം നമ്മൾ കണ്ടു, ഫുള്ളാമിനെതിരെ തോറ്റെങ്കിൽ പോലും ക്രിസ് വുഡാണ് ഗോൾ അടിച്ച്. ബ്രൈറ്റനെതിരെ 7-0 ജയിച്ചപ്പോൾ 3 ഗോള് അടിച്ച് ഹാട്രിക് അടിച്ചു ക്രിസ് വുഡ്. ബോൺമത്തിനെതിരെ അധികം ഒന്നും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. എന്നാൽ പോലും സൗതാംപ്ടനെതിരെ വീണ്ടും ഒരു ഗോൾ ഒരു അസിസ്റ്റും കൊടുത്തു. ലിവർപൂളിനെതിരെ ഗോൾ സ്കോർ ചെയ്തു ഡ്രോ ആയപ്പോൾ. അപ്പോൾ ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 5 ഗെയിം വീക്സ് നോക്കിക്കഴിഞ്ഞാൽ 49 പോയിന്റ്സ്, ആൾമോസ്റ്റ് 50 പോയിന്റ്സിൻ്റെ അടുത്തുണ്ട്. അതായത് ഫോം എന്ന് പറഞ്ഞാൽ 10 പോയിന്റ്സ് ആണ്. 9.9 പോയിന്റ്സ് പെർ ഗെയിം വീക്ക് കിട്ടുന്നതാണ് ഇപ്പോഴത്തെ ഫോം വെച്ചിട്ട് ക്രിസ് വുഡിന്. അപ്പോൾ ക്രിസ് വുഡ് എന്തായാലും വേണ്ടതാണ്, എസെൻഷ്യലാണ് ആ ഫോർവേഡ്. പക്ഷെ ക്രിസ് വുഡിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി വരാൻ പോണ ഫിക്സ്ചേഴ്സ് കുറച്ച് ടഫാണ്. ഗെയിം വീക്ക് 26 ന്യൂകാസിൽ, 27 ആർസണൽ, 28 മാഞ്ചസ്റ്റർ സിറ്റി. ഭയങ്കര ടഫ് റൺ ഓഫ് ഫിക്സ്ചേഴ്സ് ആണ്. ഈ 3 ഫിക്സ്ചേഴ്സിൽ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം എന്താണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ തന്നെ ലീഗ് പൊസിഷനിൽ വരാൻ പോണ ചേഞ്ചസ് അറിയാൻ പറ്റും. കാരണം ഈ 3 ഗെയിം ഫിക്സ്ചേഴ്സ് ഇവർ നന്നായി കളിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഒരു ടോപ്പ് 4 അല്ലെങ്കിൽ ടോപ്പ് 5 പൊസിഷൻ കൺസോളിഡേറ്റ് ചെയ്യും. അല്ല ഭയങ്കര ആവറേജ് രീതിക്ക് വളരെ മോശം രീതിക്കാണ് കളിക്കണമെങ്കിൽ ടോപ്പ് 4 പുറത്താവും. എന്നിരുന്നാൽ പോലും പ്രീമിയർ ലീഗിൽ ഇക്കൊല്ലത്തെ ബ്ലാക്ക് ഹോഴ്സസ് എന്ന് പറഞ്ഞാൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് തന്നെയാണ് കളി വെച്ചിട്ട്. പിന്നെ പറയാനുള്ളത് അർനെ സ്ലോട്ടിനെ പറ്റിയിട്ടാണ്. അർനെ സ്ലോട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഫസ്റ്റ് മാനേജറായിട്ട് സ്ലോട്ടൻ്റെ ആയിരുന്നു. അപ്പോൾ സ്ലോട്ടൻ്റെ ഇൻഫർമേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. കഴിഞ്ഞ ഗെയിം വീക്കും ഡബിൾ ഗെയിം വീക്കായിരുന്നു. ബോൺമത്തിനെതിരെയും എവർട്ടനെതിരെയും. ബോൺമത്തിനെതിരെ ജയിച്ചു, ക്ലീൻ ഷീറ്റും കിട്ടി. അപ്പോൾ അത് കാരണം 10 പോയിന്റ്സ് കിട്ടി. കാരണം അസിസ്റ്റന്റ് മാനേജർഷിപ്പ് ആയതുകൊണ്ട് നമുക്ക് ടേബിൾ ബോണസ് കിട്ടില്ല. സ്ലോട്ടിന് നമുക്ക് ടേബിൾ ബോണസ് കിട്ടില്ല. കാരണം ലിവർപൂൾ ടോപ്പ് ഓഫ് ദ ലീഗിലാണ്. അപ്പോൾ നമുക്ക് ടേബിൾ ബോണസ് കിട്ടില്ല. നമുക്ക് ആകെ റിലേ ചെയ്യാൻ പറ്റുന്ന ക്ലീൻ ഷീറ്റ്സുകളിലും അല്ലെങ്കിൽ വിക്ടറികളിലൊക്കെയാണ്, അതുപോലെ ഗോൾ സ്കോർ ചെയ്തതിലൊക്കെയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഗെയിം വീക്കിലെ ഏറ്റവും ബെസ്റ്റ് മാനേജർ എനിക്ക് തോന്നുന്നു ഡേവിഡ് മോയ്സ് ആയിരിക്കും. കാരണം ഡേവിഡ് മോയ്സ് ലെസ്റ്ററിനെതിരെ 3-0 ജയിക്കുകയും ചെയ്തു. ലിവർപൂളിനെതിരെ ഡ്രോ ആയപ്പോൾ ടേബിൾ ബോണസ് കിട്ടി ഡേവിഡ് മോയ്സിന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡേവിഡ് മോയ്സും എവർട്ടൻ്റെ പൊസിഷനും ഭയങ്കര അന്തരമുണ്ട്. 2 മെർസിസൈഡും തമ്മിൽ, മെർസിസൈഡ് ബ്ലൂവും മെർസിസൈഡ് റെഡും തമ്മിൽ ഭയങ്കര അന്തരമുണ്ട്. എവർട്ടൺ 16th ലിവർപൂൾ ഫസ്റ്റ് പൊസിഷനായിരുന്നു. അപ്പോൾ എന്തായാലും ജയിക്കുക അല്ലെങ്കിൽ ഡ്രോ ആവുകയോ ചെയ്താൽ അഡീഷണൽ ബോണസ് പോയിന്റ്സ് കിട്ടുന്നുണ്ടായിരുന്നു. ടർക്കോവിസ്കിയുടെ ലാസ്റ്റ് മിനിറ്റ് ഗോള് കാരണം ലിവർപൂൾ അർഹിച്ചിരുന്ന ഒരു വിക്ടറി അല്ലെങ്കിൽ എന്താ പറയുക, എവർട്ടൺ ഡിസർവ് ചെയ്തിരുന്ന ഡ്രോ അവർക്ക് കിട്ടി. അങ്ങനെ എനിക്ക് തോന്നുന്നു മോയ്സിന് മാത്രം കഴിഞ്ഞ ഡബിൾ ഗെയിം വീക്കിൽ 22 പോയിന്റ്സ് ആണ് കിട്ടിയത്. എന്നാൽ ഇപ്രാവശ്യത്തെ ഗെയിം വീക്കിലെ ഏറ്റവും ബെസ്റ്റ് അസിസ്റ്റന്റ് മാനേജർഷിപ്പ് എനിക്ക് തോന്നുന്നു ഹസ്ലർക്കായിരിക്കും. അതായത് ബ്രൈറ്റൻ്റെ മാനേജർ ഹസ്ലർ.
21 പോയിന്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ടേബിൾ ബോണസും കിട്ടി, വിക്ടറിയും കിട്ടി, പ്ലസ് ക്ലീൻ ഷീറ്റ് ബോണസ്, പിന്നെ 3 ഗോൾസ് സ്കോർ ചെയ്തു, അതിന് എക്സ്ട്രാ ബോണസ് പോയിന്റ്സ്. അങ്ങനെ 21 പോയിന്റ്സ് ആണ് ഹസ്ലറിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സ്ലോട്ടിന്റെ കാര്യം ഇങ്ങനെയാണ്. സ്ലോട്ടിന് 15 പോയിന്റ്സ് കിട്ടി കഴിഞ്ഞ ഡബിൾ ഗെയിം വീക്കിൽ 24-ൽ. അപ്പോൾ ഞാൻ സ്ലോട്ടിന് മെയിനായിട്ട് അസിസ്റ്റന്റ് മാനേജർ ആക്കാനുള്ള കാരണം ഇവർക്ക് 2 അടുപ്പിച്ച് ഡബിൾ ഗെയിം വീക്സ് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള ഉദ്ദേശത്തിലാണ് സ്ലോട്ടിന് വെച്ചത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഫേവറബിൾ എന്ന ഫിക്ചേഴ്സ് ആണ്. എവർട്ടൺ, വൂൾസ്, ആസ്റ്റൺ വില്ല എന്നൊക്കെ പറഞ്ഞത് അത്ര ടഫ് ഫിക്ചേഴ്സ് അല്ല ലിവർപൂളിന്. അപ്പോൾ എന്തായാലും സ്കോറിംഗ് പോയിന്റ്സ് ഉണ്ടാവും എന്നുള്ള രീതിക്കാണ് അർനെ സ്ലോട്ടിനെ വെച്ചത് മാനേജറായിട്ട്. എന്തായാലും ആസ്റ്റൺ വില്ലക്കെതിരെ കണ്ടറിയാം എന്താവും, ജയിക്കോ ഇല്ലേ എന്നുള്ളത്. ജയിച്ചു കഴിഞ്ഞാൽ ഒരു 6 or 7 പോയിന്റ്സ് എങ്കിലും കിട്ടും. അപ്പോൾ അഡീഷണൽ പോയിന്റ്സ് ആണത്. കാരണം നമുക്കറിയാം ഡബിൾ ഗെയിം വീക്ക് ആയിട്ട് പോലും ഞാൻ ലിവർപൂളിൽ വേറെ ആരെയും ഈ ഗെയിം വീക്കിൽ വെച്ചില്ല. കാരണം ഒരാൾക്കും കൺസിസ്റ്റൻസി ഇല്ല. ഇപ്പോൾ ലിവർപൂൾ ആണെങ്കിൽ പോലും ഗോൾസ് കൺസീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് കാരണം നമുക്ക് ഡിഫൻഡേഴ്സിനെ വെച്ചാലും അവർ എത്രത്തോളം ക്ലീൻ ഷീറ്റ് ക്ലിപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയില്ല. അതുപോലെ സാല മാത്രമാണ് ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയി പെർഫോം ചെയ്യുന്ന ഒരു അറ്റാക്ക് അല്ലെങ്കിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. അല്ലാതെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഡാർവിൻ നുനേസോ അല്ലെങ്കിൽ ലൂയിസ് ഡിയാസ് ഒക്കെ ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് ആണ്. ഒരു കളിയിൽ ചിലപ്പോൾ അവർ നന്നായി സ്കോർ ചെയ്യും, ചിലപ്പോൾ അടുത്ത കളിയിൽ ഒന്നും സ്കോർ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൺസിസ്റ്റന്റ് ആയി വെക്കാൻ പറ്റുന്ന ലിവർപൂൾ പ്ലെയർ എന്ന് പറഞ്ഞാൽ സാല തന്നെയാണ്. അപ്പോൾ സാലയ്ക്ക് ഇപ്രാവശ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ആയതുകൊണ്ട് നമുക്ക് 8 പോയിന്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഒരു ഗോൾ സ്കോർ ചെയ്തു, ഒരു ബോണസ് പോയിന്റ്സ്, 90 മിനിറ്റ്സ് കളിച്ചു. അങ്ങനെ 8 പോയിന്റ്സ് ആണ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് 16 പോയിന്റ്സ്. സാലയുടെ നമ്മൾ ഇൻഫർമേഷൻ എടുത്തൊക്കെ അറിയാം. സാല ആണ് ഇപ്പോഴത്തെ റെഡ് ഹോട്ട് ഫോമിലുള്ള FPL പ്ലെയർ. ഇത്രയും പോയിന്റ്സ് നോക്കണം, 259 പോയിന്റ്സ് ആണ് ടോട്ടലി കിട്ടിയിട്ടുള്ളത്. ഇത്രയും പോയിന്റ്സ് വേറെ ആർക്കും FPL കിട്ടിയിട്ടില്ല ഈ സീസണിൽ, വേറൊരു പ്ലെയറിനും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇത് എസെൻഷ്യലാണ് സാലനെ എന്തായാലും മാറ്റില്ല. അതിപ്പോൾ അടുത്ത ഫിക്സ്ചേഴ്സ് ഇപ്പോൾ ഇവർക്ക് സിറ്റി ആയിട്ടും അതുപോലെ ന്യൂ കാസിലായിട്ടും ആസ്റ്റൺ വില്ലയൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും എന്തായാലും സാല എന്നുള്ളത് പെർമനൻ്റ് ആണ്. സാലനെ അങ്ങനെ സാലയുടെ ഫോം വെച്ചിട്ട് ആരും ട്രാൻസ്ഫർ ചെയ്യില്ല അല്ലെങ്കിൽ സബ്ബാക്കി വെക്കില്ല എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഗെയിം വീക്കിലെ പ്ലേയിങ് 11 ഉണ്ടായിരുന്നു. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടിൽ മാത്യു സെൽസ് ഉണ്ടായിരുന്നു. ഫുൾഹാമിനെതിരെയായിരുന്നു കളി. നമുക്കറിയാം ഫുൾഹാം ഭയങ്കര അഗ്രസീവ് അപ്രോച്ചാണ് അറ്റാക്കിങ്ങിൽ. അപ്പോൾ അത് കാരണം ക്ലീൻ ഷീറ്റ് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സെൽസിനെ മാറ്റിയിട്ട് റയനെ വെച്ചത്. എന്നാൽ പോലും അതിന് അസിസ്റ്റ് കൊടുക്കുന്നൊക്കെ വിചാരിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒന്നും ഉണ്ടാക്കിയില്ല. അടുത്ത നമ്മൾ ചെൽസിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. ചെൽസി ഭയങ്കര മോശം ഫോമിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ടോപ്പ് 4 അല്ലെങ്കിൽ ടോപ്പ് 5 പൊസിഷൻ കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും സ്റ്റാർ വാല്യൂ ഉള്ള സ്ക്വാഡ് അടുത്ത പ്രാവശ്യത്തെ ചാമ്പ്യൻസ് ലീഗ് എഡിഷനെങ്കിലും കളിക്കണം എന്നുള്ളതാണ്. അവരുടെ സ്റ്റാർ വാല്യൂ അല്ലെങ്കിൽ അവരുടെ സ്ക്വാഡ് വാല്യൂ അത് ഡിസർവ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി കോൾ പാർമർ എന്നുള്ള യങ്സ്റ്റർ ഡിസർവ് ചെയ്യുന്നുണ്ട്. കോൾ പാർമറിൻ്റെ ഫോം ഭയങ്കര മോശമാണ്. കഴിഞ്ഞ 4 കളി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം വെറും 12 പോയിന്റ്സാണ് ആകെ കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ 4 കളി. വിച്ച് മീൻസ് ആവറേജ് 3 പോയിന്റ്സ് ഉള്ളൂ ഫോം. സോ ഇനി തിരിച്ചു വരാൻ പറ്റും, കാരണം ഫേവറബിൾ ആവുന്ന ഫിക്ചേഴ്സ് ആണ് ഇനിയുള്ളത്. ആസ്റ്റൺ വില്ലക്കെതിരെ കുറച്ച് ടഫാണ്, പക്ഷെ എന്നാൽ പോലും ആസ്റ്റൺ വില്ല ഈ മിഡ് വീക്കിൽ ഗെയിം കളിക്കുന്നുള്ള കാരണം ആസ്റ്റൺ വില്ലക്കെതിരെ ചിലപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കോൾ പാർമർക്ക് പറ്റിയായിരിക്കും. പിന്നെ വരുന്ന ഫിക്സ്റ്റേഴ്സ് രണ്ടും ബോട്ടം എൻഡ് ഓഫ് ടേബിളിലുള്ള അല്ലെങ്കിൽ റെലഗേഷനുള്ള ടീംസ് ആയിട്ടാണ്. സൗതാംപ്ടണായിട്ടും അതുപോലെ ലെസ്റ്ററായിട്ടും. ആ 2 ഫിക്സ്റ്റേഴ്സ് ഹോം ഫിക്സ്റ്റേഴ്സ് ആണ്.
ഇപ്പോൾ ഹോം ഏവേന്നൊന്നും ചെൽസിയുടെ ഫോം വെച്ച് പറയാൻ പറ്റില്ല. ചെൽസി ഹോമിലും ജയിക്കുന്നുണ്ട്, ഏവേലും ജയിക്കുന്നുണ്ട്, തോൽക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെൽസിയുടെ പെർഫോമൻസ് ഇപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആണ്. ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോൽക്കും എന്നുള്ള രീതിക്കാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ കൺസിസ്റ്റൻ്റായി പെർഫോം ചെയ്യുന്നത് കോൾ പാർമറാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ ആഴ്ച തന്നെ ഗെയിം വീക്ക് 25 സ്കോറിംഗ് പോയിന്റ്സിനെ പറ്റിയിട്ടും മാനേജർ പോയിന്റ്സിനെ പറ്റിയിട്ടും പറയാനുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര റാങ്കിങ് ഒക്കെ ഗ്ലോബൽ റാങ്കിങ്ങിലൊക്കെ ഭയങ്കര പിന്നിലാണ്. ടോട്ടൽ പോയിന്റ്സ് 1500 എത്തി ഇപ്രാവശ്യം. അപ്പോൾ ഇന്ന് നമുക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അസിസ്റ്റന്റ് മാനേജർ ചിപ്പും പിന്നെ വൈൽഡ് കാർഡ് മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ട്രിപ്പിൾ ക്യാപ്റ്റനൊക്കെ ബാക്കിയുണ്ട്. അതുപോലെ ബെഞ്ച് ബൂസ്റ്റ് ബാക്കിയുണ്ട്, പിന്നെ ഒരു ഫ്രീ ഹിറ്റും പിന്നെ ഒരു വൈൽഡ് കാർഡും ബാക്കിയുണ്ട്. 4 ചിപ്സ് ഇനി ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനിയുള്ള ഗെയിം വീക്സിൽ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. കാരണം നമുക്ക് ഇനി വരുന്ന എപ്പിസോഡ്സിൽ പറയാം അടുത്ത വരുന്ന ഗെയിം വീക്സിനെ പറ്റിയുള്ള ഇമ്പാക്റ്റ് എത്രത്തോളമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി FA കപ്സിൻ്റെ ഫിക്സ്റ്റേഴ്സ് വരും, അതുപോലെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫിക്സ്റ്റേഴ്സ് വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഫിക്സ്റ്റേഴ്സ് വരുമ്പോൾ അതൊക്കെ പ്രീമിയർ ലീഗ് ഗെയിംസിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഗെയിംസ് റീഷെഡ്യൂൾ ആവും. അപ്പോൾ ചിലപ്പോൾ ഡബിൾ ഗെയിം വീക്സിനും ബ്ലാങ്ക് ഗെയിം വീക്സിനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫിക്സർ ഡിഫിക്കൽട്ടി റേറ്റിംഗ് എന്നുള്ളൊരു ഫിക്സഡ് ഡിഫിക്കൽട്ടി റേറ്റിംഗ് ഉണ്ട്. ഫിക്സഡ് ഡിഫിക്കൽട്ടി റേറ്റിംഗിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഫിക്സഡ് ഡിഫിക്കൽട്ടി റേറ്റിംഗ് FTR. അപ്പോൾ FTRൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനി അടുത്ത 7 ഫിക്സ്റ്റേഴ്സിൻ്റെ ലിസ്റ്റാണ് കൊടുത്തേക്കണത് ഓരോ ടീംസ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഗെയിം വീക്ക് 29 is going to be blank game week for Aston Villa, Crystal Palace, Liverpool and Newcastle. ഈ 4 ടീമുകൾക്കും ഭയങ്കരമായിട്ടുള്ള തിരിച്ചടിയാവും മാനേജേഴ്സിന്. കാരണം എന്താണെന്ന് വെച്ചാൽ ആരും ഈ ടീംസിലൊക്കെ പ്ലേയേഴ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ FPL ടീമിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടു ആസ്റ്റൺ വില്ല, ക്രിസ്റ്റൽ പാലസ്, ലെസ്റ്റർ, അതുപോലെ ന്യൂകാസിൽ. നമ്മളിപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര പേരുണ്ട് എന്നുള്ളത് ഇതിൽ. അപ്പോൾ എൻ്റെ ടീമിൽ തന്നെ ഇപ്പോഴത്തെ കറണ്ട് ടീം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 2 ആസ്റ്റൺ വില്ല പ്ലെയേഴ്സ്, ഒരു ലിവർപൂൾ പ്ലെയർ, ഒരു ക്രിസ്റ്റൽ പാലസ് പ്ലെയർ, പിന്നെ ഒരു ന്യൂകാസിൽ പ്ലെയർ. 5 പേരുണ്ട് ഇപ്പോൾ ഓൾറെഡി. അപ്പോൾ ഇത്രയും പേര് നമുക്ക് ഗെയിം വീക്ക് 29 അതായത് ബ്ലാങ്ക് ഗെയിം വീക്ക് ആകുമ്പോഴേക്കും മാറ്റണം. അപ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഫ്രീ ഹിറ്റ് ചെയ്യാം, ഫ്രീ ഹിറ്റ് ചിപ്പ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഒരാഴ്ചക്ക് മാത്രമേ ഫ്രീ ഹിറ്റ് ചിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഒരാഴ്ചക്ക് മാത്രമേ മാറ്റേണ്ടുള്ളൂ. ടെമ്പററി ട്രാൻസ്ഫേഴ്സ് ആണ്. ഒരാഴ്ച കഴിഞ്ഞാൽ ഇവർ തിരിച്ചു വരും, അതേ പ്ലേയേഴ്സ്. അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് മാറ്റാം. കാരണം എന്താണെന്ന് വെച്ചാൽ വൈൽഡ് കാർഡ് ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്ട്രാറ്റജിയാണ് ഇതിൻ്റെയൊക്കെ എല്ലാം മെയിൻ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പോഡ്കാസ്റ്റ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു FPL ഗെയിം വീക്ക് ആശംസിക്കുന്നു. അടുത്ത FPL പോഡ്കാസ്റ്റ് എപ്പിസോഡായിട്ട് വരാം. അതുവരേക്കും ഗുഡ് ബൈ.